14ാം വാർഡ് മെമ്പർ ശ്രീ ജഗതി KJയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളൊരു 5 വർഷക്കാലമായിട്ട് പല പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അഭിമാനത്തോടെ ഒരു പരിപാടിയിൽ നിന്നിട്ടില്ല. അത് തന്നെ പറയാം. അത്രയും സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഒരു സംഘടനയ്ക്ക് എന്തായാലും ഒരു ആസ്ഥാനം ആവശ്യമാണ്, ഒരു അഡ്രസ്സ് ആവശ്യമാണ്. അതിൽ സന്തോഷം നിലനിൽക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്, ഒരു 6 വർഷക്കാലമായിട്ട് ഈ ഇവിടെ ഈ സംഘടന നിലനിൽക്കുന്നുണ്ട്. ഒരു 1-2 തവണ എനിക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് സമീപിച്ചത് ഇങ്ങനെ ഒരു സംഘടന നിലനിൽക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞ് ഇതിൽ ഒരു ആളെ കണ്ടത് സുനിച്ചേട്ടനായിരുന്നു, സുനിൽ പട്ടത്തിന്. അപ്പോൾ ആൾ പറഞ്ഞത്, ഇന്ന ഡേറ്റിന് ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ലെറ്റർ നമുക്ക് അപേക്ഷ പോലെ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാധാരണ രീതിയിൽ പല ട്രസ്റ്റുകളും ഉണ്ട്, പക്ഷെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോഴൊക്കെ അതിന് വ്യക്തമായ മറുപടിയോ ഒന്നും ഉണ്ടായില്ല. സാധാരണ രീതിയിൽ ഒരു അപേക്ഷ കൊടുത്തു. പക്ഷെ ആൾ പറഞ്ഞതുപോലെ തന്നെ ആ പറഞ്ഞ ഡേറ്റിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ആൾക്ക് ആവശ്യമായ നമ്മൾ പറഞ്ഞ ആ തുക അവർ നമുക്ക് തന്നു. അതുപോലെ 2 തവണ അങ്ങനെയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 6 വർഷത്തിനിടയിൽ ഇത്ര പെട്ടെന്ന് വളർന്നു വന്ന ഒരു സംഘടന ആയത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതായത് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരും ഇതിൻ്റെ പിന്നിൽ നമ്മളറിയാത്ത ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഇതുവരെ എത്തിയത്. ഇനി അവരത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഉറച്ച തീരുമാനം തന്നെ ഞങ്ങൾക്കുണ്ട്. മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തമായ ഒരു ധാരണ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ ഇത് കൂടാതെ നമ്മുടെ സദസ്സിൽ ഇരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ കുറിച്ച് പറയാം. പ്രിയപ്പെട്ട പ്രസിഡന്റ് സുനിത മനോജൻ്റെ സഹപാഠിയാണ്. പിന്നെ പ്രിയപ്പെട്ട മെമ്പർമാരുണ്ട്. പിന്നെ പ്രിയപ്പെട്ട നാട്ടുകാർ. അപ്പോൾ എപ്പോഴും നമ്മൾ ഉദ്ഘാടകനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കാക്ക, അഭിമാനത്തോടുകൂടി പറയാം. കാക്കേനെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പോഴും കാക്കേനെ സ്നേഹത്തോടെ വിളിക്കാൻ കാക്ക പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് പേടിച്ച് വിളിച്ചിട്ടുള്ള പേരുകളാണ്. അതായത് കാക്കാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഒളിച്ചിരുന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. രാത്രി 12 മണിക്ക് താണിശ്ശേരി മേനകെന്ന് സിനിമ കഴിഞ്ഞ് വരുമ്പോൾ സൈക്കിൾ നിർത്തിയിട്ട് കാക്കാരെ സൗണ്ടിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി 12 മണിക്ക് കാക്കാന്ന് വിളിച്ച ആ ക്രെഡിറ്റ് കാക്ക ഞങ്ങൾക്ക് തരണം. രാത്രി 12 മണിക്ക് കാക്കാന്ന് വിളിച്ചത് എൻ്റെ ക്രെഡിറ്റ്. വേറെ പലരും പലപ്പോഴും വിളിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ രാത്രി 12 മണിക്ക് അത്യുച്ചത്തിൽ വിളിച്ച ആൾക്കാരാണ് ഞങ്ങൾ. ആ സന്തോഷം ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇപ്പോഴും അഭിമാനം കൊള്ളുന്നു. അതുകൂടാതെ ഈ ട്രസ്റ്റിന് എല്ലാ ആശംസകളും കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിപ്പിക്കുന്നു.